അവസാനത്തെ അടവ്. ഇന്ന് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി ആരാണ് എന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്ന വാർത്ത വന്നപ്പോഴാണ് ഇന്നലെ രാത്രി എന്ന് പറയാൻ കഴിയില്ല, രാവിലെ 3 മണിക്ക് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് പോസ്റ്റർ? ഭീഷണിയാണ്. പോസ്റ്ററിൽ പറയുന്നു, മിസ്റ്റർ രാഹുൽ ആൻഡ് പ്രിയങ്ക ഫോർഗെറ്റ് വയനാട്. നിങ്ങൾ വയനാടിനെ മറന്നേക്ക്. യു വോണ്ട് വിൻ അഗെയിൻ ഫ്രം ഹിയർ. നിങ്ങൾ ഇവിടെ നിന്ന് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഇനി. മിസ്റ്റർ രാഹുൽ, KC മൈറ്റ് ബി യുവർ ബാഗ് ബിയർ. നിങ്ങളുടെ പെട്ടി തൂക്കിയാണ് KC വേണുഗോപാൽ. ബട്ട് പീപ്പിൾ ഓഫ് കേരള നെവർ ഫോർഗീവ് യു. കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല. RG ആൻഡ് PG, ദിസ് ഈസ് നോട്ട് എ വാർണിംഗ്. ഇതൊരു മുന്നറിയിപ്പല്ല. ആരോടാ പറയുന്നത്? RG PG, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. ഇതൊരു വാർണിംഗ് അല്ല. കേരള നെവർ ഫോർഗീവ് യു ഫോർ ദിസ് ബ്ലണ്ടർ. ഒരിക്കലും കേരളം ഈ ബ്ലണ്ടറിന് മാപ്പ് തരില്ല, ഈ വിഡ്ഢിത്തത്തിന് മാപ്പ് തരില്ല എന്നാണ് പറയുന്നത്. വയനാട് വിൽ ബി നെക്സ്റ്റ് അമേത്തി എന്ന വലിയ പോസ്റ്റർ വേറെയും ഒട്ടിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിൽ വയനാട് വിൽ ബി നെക്സ്റ്റ് അമേത്തി. അമേത്തിയായി മാറും വയനാട്, അല്ലെങ്കിൽ വയനാട് നാളത്തെ അമേത്തിയാണ് എന്ന് വെച്ചാൽ അമേത്തിയിൽ കോൺഗ്രസ് നേതാക്കൾ തോൽക്കുന്നത് പോലെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്ന് വെച്ചാൽ വയനാട്ടിൽ ഇനി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുന്നു ഈ പോസ്റ്ററിൽ. ആരായിരിക്കും ഒട്ടിച്ചിട്ടുണ്ടാവുക? 2 സാധ്യതയാണുള്ളത്. ഒന്ന്, KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ. എന്തിനു വേണ്ടി? VD സതീശനെതിരെ ഹൈക്കമാൻഡിൽ കൂടുതൽ എതിർപ്പ് ഉയരുകയും അവസാന നിമിഷം VD സതീശനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വെട്ടിക്കളയാൻ വേണ്ടി VD സതീശൻ പക്ഷം മുന്നറിയിപ്പ് നൽകുന്നു പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിനും. ഹൈക്കമാൻഡിനെ വരച്ച വരയിൽ നിർത്താനാണ് VD സതീശൻ പക്ഷം ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി മുന്നറിയിപ്പ് നൽകി സ്വന്തം വരുതിയിൽ കൊണ്ടുവരുവാനാണ് VD സതീശൻ പക്ഷം ശ്രമിക്കുന്നത്. ആരാണ് പിറകിൽ? രാഹുൽ ഗാന്ധിക്ക് കൃത്യം മനസ്സിലായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമാണ് എന്ന്. മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഈ നീക്കങ്ങൾ എന്നതേ അറിയാനുള്ളൂ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. KC വേണുഗോപാൽ, നിങ്ങളുടെ മോഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന ഭീഷണി വന്നതും മീഡിയ 1 ചാനലിൽ നിന്ന് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗമായ C ദാവീദിൽ നിന്ന് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി VD സതീശിന് വേണ്ടി നിലകൊള്ളുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം മുസ്ലിം ലീഗിലൂടെ പുറത്തു വരികയും മുസ്ലിം ലീഗ് പ്രവർത്തകരും അതേ വഴിക്ക് ചിന്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി, നിങ്ങൾ വയനാട് വിട്ടുപോയിക്കോളൂ, ഇനി വയനാടിൽ ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനും മുസ്ലിം വോട്ടുകൾക്കും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട് തെരഞ്ഞെടുത്തത്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാൽ വയനാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മുസ്ലിം വോട്ടിലുള്ള വിശ്വാസം തന്നെയാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അതിലൂടെ വൻ വിജയം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നേടാൻ കഴിയുമെന്നും കൃത്യമായ കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് മണ്ഡലത്തിലേക്ക്, വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൊണ്ടുവരുന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്തു, രാഷ്ട്രീയമായി വിജയം നേടുകയും ചെയ്തിരുന്നു. അതിലൊന്നും തർക്കമില്ല. ഇപ്പോഴിതാ അതേ വോട്ടുകൾ ആരാണോ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത്, ആരാണോ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്, അവർ തന്നെ പറയുന്നു ഇനി ഇങ്ങോട്ട് വരണ്ട, കേരളം പ്രിയങ്ക ഗാന്ധിക്ക് മാപ്പ് നൽകില്ല, വയനാട് അടുത്ത അമേത്തിയായി മാറും. കോൺഗ്രസിന്റെ MP മാർ തോറ്റ ചരിത്രമുണ്ട് അമേത്തിയിൽ, അതിതാ ഇവിടെയും സംഭവിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ അവസാനത്തെ ആയുധമാണ് പുറത്തെടുത്തിരിക്കുന്നത് VD സതീശൻ. അതിൽ വീഴുമോ ഹൈക്കമാൻഡ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ.